ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഫിഷിംഗ് ഒന്നും കാണാൻ പോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം 2 ദിവസത്തേക്ക് നമ്മുടെ ദ്വീപിൽ റെഡ് അലേർട്ടാണ്. കള്ളക്കടൽ എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മുടെ ലക്ഷദ്വീപ് അതീവ ജാഗ്രതയിലാണ്. കടലിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നിർത്തിവെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ ദേ കടലിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഓടങ്ങളെല്ലാം ദേ കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയുടെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വരുമ്പോൾ കടലിൽ ഒരുപാട് ഓടങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നില്ലേ, ഫിഷിങ്ങിനൊക്കെ പോകുന്നതും പോകാത്തതുമായിട്ടുള്ള കുറേ ഓടങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നില്ലേ, അതെല്ലാം ആണ് ദേ ഈ കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെറും 2 ദിവസത്തേക്കാണ് നമ്മുടെ ഇവിടെ ഈ പറയുന്ന റെഡ് അലേർട്ട്. അപ്പോൾ ദേ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തേക്കുവാണ് കേട്ടോ. ആൾക്കാരെ ഒന്നും കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ 1-2 ദ്വീപുകളിൽ മിനിക്കോയി, വേറെ ഏതോ ഒരു ദ്വീപിലും ഈ പറയുന്ന പോലെ കടൽ നല്ല രീതിയിൽ അടിച്ചു കയറുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാലത്തിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരെ പാലത്തിലേക്കൊന്നും കയറ്റി വിടുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഓടങ്ങളും കാര്യങ്ങളൊക്കെ കടലിൽ നിന്ന് കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും തിരിച്ച് കടലിലേക്ക് തന്നെ ഇറക്കുന്നതായിരിക്കുമേ. അപ്പോൾ അതെ, നമുക്ക് എന്തായാലും ഇന്ന് ഫിഷിങ് കാണാൻ പറ്റിയില്ല. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഫിഷിംഗ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ അതേ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മളെന്നും വന്നിട്ട് ഇതേ ഇങ്ങനെ കയറിപ്പോകുന്ന ഗേറ്റാണ്. എന്തായാലും നമുക്കിന്ന് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കാം കേട്ടോ. ആരുമില്ലേ, ആരെയും കയറ്റി വിട്ടിട്ടില്ല. ഫിഷിംഗുകാരെയും ആരെയും അങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അത്രയും ജാഗ്രതയോടുകൂടിയാണ് നമ്മുടെ ലക്ഷദ്വീപിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെയൊക്കെ നിന്നു. പിന്നെ വന്നവരൊക്കെ ജെട്ടിയിലോട്ടൊക്കെ കയറാൻ പറ്റാത്തതുകൊണ്ടൊക്കെ അപ്പുറത്ത് മാറി നമ്മുടെ ആ ഒരു പോർട്ടിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കടലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. ഇവിടെ ദേ 2 തണലുള്ള സ്ഥലത്ത് 2 കൈലകൾ കണ്ടോ. ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നമ്മളിതുവരെ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാനായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല തണലും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇനി നേരെ നമ്മൾ തെക്കോട്ട് പോവുകയാണേ. ഈ തെക്കോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഫുള്ളും കടലിൽ കിടന്ന ഗ്ലാസ് ബോട്ടുകളെല്ലാം ദേ കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ. കരയിൽ കിടക്കുമ്പോഴേ പല കളറിലുള്ള ഈ ഗ്ലാസ് ബോട്ടുകളൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട്. അതും പ്രത്യേകിച്ച് തണൽ മരങ്ങളുടെ അടിയിൽ ഇങ്ങനെ ആ ചെറിയ വെയിലൊക്കെ കൊണ്ട് കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പല കളറിലുള്ള ഗ്ലാസ് ബോട്ടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ഒരു ദിവസം ആൾതാമസമില്ലാത്ത കൽപ്പട്ടി ദ്വീപിലേക്ക് ഈ ഗ്ലാസ് ബോട്ടിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിൽ പോകുന്ന സമയത്ത് കടലിനടിയിലെ കാഴ്ചകൾ അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ മീനുകളെ, കുറേ കാഴ്ചകൾ, കടലിനടിയിലെ അടിപൊളി കാഴ്ചകൾ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചെറിയ ഒരു എന്താ പറയുന്ന ഓടം കിടക്കുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഇവിടുന്ന് അവിടം വരെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് ഇവർ കേട്ടോ. നല്ല രസമുണ്ട് കാണാനേ. അപ്പം നമ്മൾ ഈ ഒരു മൺസൂൺ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സൈഡിൽ ഓടങ്ങളും നമ്മുടെ ഗ്ലാസ് ബോട്ടുകളും ഒക്കെ ഇട്ടേക്കുന്നത്. നമ്മുടെ ഈ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത മാസം, അതായത് സെപ്റ്റംബർ കഴിഞ്ഞാൽ സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ ഗ്ലാസ് ബോട്ടും കാര്യങ്ങളൊക്കെ അപ്പുറം സൈഡിൽ, അതായത് വെസ്റ്റേൺ സൈഡിലാവും കേട്ടോ. പിന്നെ അവിടെ നിന്നായിരിക്കും കൽപ്പട്ടി ദ്വീപിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതേ ഗ്ലാസ് ബോട്ട് കണ്ടോ, ഇതുപോലെ അടിവശം ഗ്ലാസ് ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കടലിലെ അടിയിലെ കാഴ്ചകൾ, കുറേ അധികം മീനുകളെ, ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങളുടെ ആക്ടിവിറ്റി തന്നെ ഇതാണ് കേട്ടോ. നിങ്ങൾ കൽപ്പട്ടി എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോകുന്ന ആ ഒരു യാത്ര ഈ പറയുന്ന ഗ്ലാസ് ബോട്ടുകളിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അകത്തിയിലുള്ള ഗ്ലാസ് ബോട്ടുകളാണ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസത്തേക്കാണ് കേട്ടോ ഇതിങ്ങനെ കയറ്റിയിട്ടേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബോട്ട് അതും കൊള്ളാം കേട്ടോ. കുറേ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ട് പോകാൻ അടിപൊളിയാണ്. പല കളറുകളായതുകൊണ്ട് കാണാൻ രസമുണ്ട്. എനിക്ക് തോന്നുന്നു കടലിൽ കിടക്കുന്നതിനെക്കാട്ടിലും ഭംഗി ഇങ്ങനെ കരയിൽ കിടക്കുമ്പോൾ നല്ല രസം. ഇത് കണ്ടോ, 2 മരത്തിൻ്റെയും ആ ഒരു തണലിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ അതും കാണാൻ നല്ല രസമേ. പിന്നെ ഇവിടെ ചെറിയൊരു തോണി കേട്ടോ, ചെറിയൊരു തോണി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല നാടൻ കോഴികൾ കേട്ടോ. നല്ല നാടൻ പൂവൻ കോഴിയും പെടക്കോഴിയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ.
നമ്മുടെ അവിടെ ഇപ്പോൾ ഈ നാടൻ കോഴികളൊക്കെ ഭയങ്കര കുറവല്ലേ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ നാടൻ കോഴികളുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ കൂട്ടിലടയ്ക്കുന്ന കാര്യങ്ങളൊന്നുമില്ലേ, ഇതുങ്ങളൊക്കെ മരത്തിലാണ് രാത്രിയാകുമ്പോൾ. പിന്നെ അതേ ഓല മേഞ്ഞ ഒരു ഗ്ലാസ് ബോട്ട്. ഇതെന്തോ ഗ്ലാസ് ബോട്ടല്ല, സ്ക്യൂബ ഡൈവിങ്ങിന് എന്തോ കൊണ്ടുപോകുന്ന ബോട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ അടിവശം ഗ്ലാസ് അല്ല കേട്ടോ, ഇത് സാധാ ബോട്ടാണ്. ഇതിൻ്റെ മുകൾ വശം മേഞ്ഞേക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഓല കൊണ്ടൊക്കെ മേയുമ്പോഴത്തേക്ക് ആ ഒരു ട്രഡീഷണൽ ആ ഒരു സംഭവം വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാൻ, അടിപൊളി. പിന്നെ ഇങ്ങോട്ട് അല്ലാത്ത തോണികൾ കിടപ്പുണ്ടായിരുന്നു, ഗ്ലാസ് ബോട്ടുകളുണ്ടായിരുന്നു, സാധാ ഓടങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ഇതേ കണ്ടോ അങ്ങ് വരെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഈ മൺസൂൺ സീസൺ ആയതുകൊണ്ട് ഈ ഒരു സൈഡിൽ നിന്നാണ് കൽപ്പട്ടി ദ്വീപിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഇവിടെ ഒന്നല്ല കേട്ടോ, ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ട് പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടേ, കാഴ്ചകൾ അതിമനോഹരമാണ്. പിന്നെ അതേ ഇവിടെ ഒരു റെഡ് കളറിലെ ഒരു ഗ്ലാസ് ബോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കൂടെ നമ്മൾ പോകാൻ നോക്കി കേട്ടോ, അങ്ങോട്ട് വഴിയില്ല നമുക്ക് പോകാൻ. ഇനി അതുവഴി നമ്മൾ ചുറ്റിക്കറങ്ങി വരണം. അപ്പോഴേക്കും ദേ സുൽഫത്ത് ഈ പറഞ്ഞ ഗ്ലാസ് ബോട്ടിൻ്റെ അടുത്തങ്ങ് നിന്ന് കേട്ടോ. അപ്പോൾ ദേ നമ്മളും വന്ന് നോക്കി, കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഗ്ലാസ് ബോട്ടിൻ്റെ ആ ഒരു അടിഭാഗം വരുന്നത്. ഫുൾ ഇങ്ങനെ ഗ്ലാസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കടലിനടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ചിലർക്ക് സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ പേടിയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും, പ്രായമുള്ളവരൊക്കെ, അവർക്കൊക്കെ ചിലപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ഗ്ലാസ് ബോട്ടിലൊക്കെ പോകുമ്പോൾ കടലിനടിയിൽ കാണുന്ന മത്സ്യങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ദേ ഇവിടെ അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്താറായി. അതേ ഖുറേഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ട്, അങ്ങനെ കുറേ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും കളറ് കാണാനാണ് ഭയങ്കര അട്രാക്ഷൻ കേട്ടോ, ഭയങ്കര രസമുണ്ട്. പിന്നെ അതിൻ്റെ റൂഫും കാര്യങ്ങളും എല്ലാം ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ഇവിടെ ദൂരെ നിന്നേ നോട്ട് ചെയ്ത ആ ഒരു ഗ്ലാസ് ബോട്ട്, നല്ല ഭംഗിയുള്ളൊരു ആർട്ട് വർക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ഗ്ലാസ് ബോട്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ. ഇത് ഒരാൾ ആർട്ട് വർക്ക് ചെയ്തതാണെന്നാണ് പറഞ്ഞത് കേട്ടോ, വരച്ച് നല്ല അടിപൊളിയായിട്ട് വരച്ചേക്കുന്ന കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. പക്ഷേ ഓരോ ഗ്ലാസ് ബോട്ടിനും അതിൻ്റേതായ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ വരുന്നൊരു സംഭവം കേട്ടോ. ഇത് കരയിലും കൂടെ കയറ്റിയിട്ടേക്കുന്നതുകൊണ്ട് കാണാനൊരു പ്രത്യേക രസം. ആ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുത്തറിയാൻ പറ്റുന്നുണ്ട്. കടലിൽ കിടക്കുമ്പോൾ നമ്മൾ അത്ര പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ കരയിൽ കയറ്റി വെച്ചപ്പോഴത്തേക്ക് അത് നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ദേ ഈ ഒരു മരം കഴിഞ്ഞ് അപ്പുറത്തോട്ടും കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ നല്ല വെയിലേ, ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് ഈ മരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നോക്കാം. ചില ഓടങ്ങളൊക്കെ അതേ കമഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങോട്ട് കിടപ്പുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നല്ല വെയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്താണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫിഷിംഗ് ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അതെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഗ്ലാസ് ബോട്ടായാലും ഓടോ ആയാലും എല്ലാം തിരിച്ച് കടലിലേക്ക് ഇറക്കും കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലേക്ക് വന്നേ. ഇത് നമ്മുടെ അഗത്തി ദ്വീപിലെ തെക്ക് ഭാഗത്ത് ഏറ്റവും ലാസ്റ്റായിട്ടുള്ളൊരു വീടാട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു ബാപ്പ ഇങ്ങനെ ചിരവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിരവ നമ്മൾ കാണുവാണ് കേട്ടോ. അത് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നത്, നമ്മളറിയാതെ അതിനകത്ത് കയറി തൊട്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റൊക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ഈ ചിരവ ഇങ്ങനെ നമുക്ക് മടക്കി അകത്തോട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പിലെ ഒരു ചിരവയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദ്വീപിൽ കൂടുതലും ഈ ഇരുന്നുകൊണ്ട് തിരുമുന്ന ചിരവയാണ് കേട്ടോ. നിന്നുകൊണ്ട് സ്ലാബിൽ ഘടിപ്പിക്കുന്ന അതൊക്കെ ഉണ്ടാവും. പക്ഷെ കൂടുതലും വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഇരുന്നുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ നമ്മുടെ കയ്യിലായിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിൻറ്റൊക്കെ മണ്ണെണ്ണയൊക്കെ കൊണ്ടുവന്ന് അവർ തൂത്ത് റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ ബാപ്പാടെ ഒരു പണിസ്ഥലമാണ്. ഇവിടെ ഈ ചിരവയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിരവയല്ലാതെ വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് തുണിയും കൊണ്ടുവന്നു കേട്ടോ, നമ്മുടെ കൈയൊക്കെ തുടയ്ക്കാൻ. കുവ ഉണ്ടാക്കുന്ന തിരിച്ച് നമുക്ക് മടക്കി അങ്ങോട്ട് വെച്ചിട്ട് അടച്ചു വെക്കാം അല്ലയോ? ഓ അതിനകത്ത് തൊട്ടാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ മറ്റേ പലകയായിട്ടിരിക്കാം. അതാ അതാ ഇത് വിൽക്കാൻ വേണ്ടി പണിയുന്നില്ലേ നമ്മള്? ചിരവ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, വേറെ
ആ മരം കൊണ്ടുള്ള എല്ലാം ഉണ്ടാക്കും, തടി കൊണ്ടുള്ള. വാപ്പൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ മുരിങ്ങയ്ക്ക കഴിക്കാൻ കൊള്ളാവുന്നല്ലയോ? ആന്നാ ആ പിച്ചത്തില്ലയോ, എടുക്കത്തില്ലയോ? ആ അല്ല, ചില ഇടങ്ങളിൽ ഇത് നിന്ന് മുറ്റിപ്പോകുന്നതാണോ? എടുക്കത്തില്ലല്ലോ. കഴിക്കുന്നുള്ളതുകൊണ്ടാ എടുക്കാത്തത്. ചിലത് ഇത് നല്ലതാ അല്ലയോ? എന്താ കിടക്കുന്ന രാത്രി നല്ല കാറ്റും കൊണ്ട് ഇവിടെ കിടക്കാമല്ലാതെ ഊഞ്ഞാലുണ്ട്. നല്ല രസമായിരിക്കും. ഏറ്റവും ലാസ്റ്റ് വീടാ നമ്മുടെ അല്ലയോ? ഇനി തൊട്ടപ്പുറത്ത് പിന്നെ ഇനി എയർപോർട്ടാ. ആ ഊഞ്ഞാല് കൊള്ളാം, നല്ലതാ. ആടുകളില്ലയോ? ആട് ഓ ഇത് ആടിനെ കെട്ടുന്നതാണോ? ഇത് അല്ല, ഇത് നമ്മുടെ ആണോ? പക്ഷെ ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ. ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഓ മുരിങ്ങ വെട്ടിക്കളഞ്ഞതാ നിങ്ങളല്ലയോ? വെട്ടിയതിനകത്തുനിന്ന് പിന്നെ കായ പിടിക്കുന്നത്. ചില വീടുകളിലല്ലേ ഉള്ളു അല്ലയോ? ഒത്തിരി വീടുകളിലില്ല. ഒരു കിളി തോണ്ട നിന്ന് പറക്കുന്നുണ്ടാ. ആ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് പറക്കുന്നു. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട്. അതാ ഒറ്റയ്ക്ക് ഇതിനകത്ത് പാചകം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമേ ഉള്ളൂ അല്ലേ? കിടക്കാനുള്ള മുറിയൊന്നുമില്ല. ഉണ്ട് പക്ഷെ എന്നാലും നമ്മളിവിടെ കിടക്കുന്നത്. ഇതാ നല്ലത്. ആ റൂമും കാര്യമെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കിടക്കാൻ അവിടെ അസുഖം. വാപ്പായുമായി മാത്രമല്ല, ഇത് എല്ലാ വീടുകളിലും ഉണ്ടല്ലോ. കയ്യാല ഇവിടെയുണ്ട്. ആ മിക്ക പഴയ വീടുകളിലും ഉണ്ടത്. ചീഞ്ഞഫളം. ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടോ? ഇപ്പൊ ഈ വാപ്പ പണിയുന്ന പോലത്തെ ഇല്ല. ഇത് പുതിയ ടൈപ്പാ. അത് നല്ലതാ. വാപ്പാക്ക് തോന്നിയ ഐഡിയ അങ്ങനെ ഇല്ലയോ? ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. വേറെ വീട്ടുകാർക്ക് ഉണ്ടാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോയതാ. അത് കാണുമ്പോൾ എല്ലാവർക്കും ആവശ്യപ്പെട്ടു. പിന്നെ അവിടെ പോയി ഉണ്ടാക്കി കൊടുത്ത് കാണുമ്പോൾ എല്ലാവരും ആവശ്യപ്പെട്ടു. ഇത് നല്ലതാ. ഇത് മടക്കി തിരിച്ചിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനുള്ള പടിയായിട്ട് എടുക്കാം. ആവശ്യം വരും. അതെ, അത് ശരിയാട്ടാ. ചപ്പാത്തി വരത്താനും ഒക്കെ എടുക്കാം. ആവശ്യമുള്ളപ്പോൾ ഇതങ്ങോട്ട് എടുത്ത് വെച്ച് നമുക്ക് ചിരവയായിട്ട് ഉപയോഗിക്കാം. 2000 രൂപ അല്ലയോ? ഈ സാധനം കൂടെ വെച്ച് കൊടുക്കുമ്പോൾ 2500. ഇതില്ലെങ്കിലാന്ന് 2000 എന്ന് പറഞ്ഞേ. തടിയിൽ കൈപ്പണി ചെയ്യുന്നതല്ല, അപ്പം സ്വന്തമായിട്ട് കൈ കൊണ്ടെല്ലാം ചെയ്തെടുക്കുന്നതാ. അപ്പാടെ പണി നടക്കട്ടെ, ചെയ്തോ. മോനെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയാ. ആണോ? മോന്റെ കല്യാണം ഉണ്ട് ഇപ്പൊ 17-ന്. ഓ അപ്പൊ അവർക്ക് കൊടുക്കാൻ, അവർക്ക് മറ്റേ ചെലവിന്റെ സാധനം കൊടുക്കുന്നതിന്റെ കൂടെ. ആൺകുട്ടികൾക്കെല്ലാം കൊടുക്കും. ഓ ആ കൂട്ടത്തിൽ കൊടുക്കാനുള്ളതാ. അവർക്ക് ഇതേ മോഡലില്ല, നമ്മൾ സാധാ മോഡൽ. ഇതേ മോഡൽ കൊടുക്കും. ഇത് നമ്മുടെ സാധാ മോഡൽ ചെലവ. ഇത് മാപ്പ ഉണ്ടാക്കിയതാ. ഇവിടെ കൂടുതൽ ഇരുന്നോണ്ട് തിരുമുന്ന ഇങ്ങനത്തെ തടിയുടെ ചിരവേ ഇല്ലയോ? മറ്റേ നമ്മൾ നിന്ന് തിരുമുന്ന ടൈപ്പ് ഇല്ല. ഇത് തന്നെ. ഇടയ്ക്കൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. സ്ലാബിൽ വെക്കുന്നത്. പക്ഷെ മിക്കയിടത്തും ഇതാ. മിക്കയിടത്തും പക്ഷെ ഈ ടൈപ്പ് ചിരവയാ. ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടാക്കിയതാ. പക്ഷെ അവർ വന്നില്ല, വരാൻ പറഞ്ഞു വന്നില്ല.
ഇങ്ങനത്തെ ശരിയാക്കത്തില്ല ഉണ്ടായിരുന്നു ഇല്ല ഈ 1000 റുപ്യ കൊടുക്കും. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലെ ചിരവയൊക്കെ ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ കണ്ടു. ബാപ്പാടെ വീടൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു. അതുപോലെ തന്നെ അവർ ആ പുറത്തെ ആ ഒരു സംഭവത്തിലൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ, രാത്രിയിലൊക്കെ. അപ്പോൾ ലക്ഷദ്വീപ് ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, പുറത്ത് കിടന്ന് ഉറങ്ങിയാലും ഒന്നും പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഫ്ലൈ 91 ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ദേ ഫാനൊക്കെ കറങ്ങി തുടങ്ങി. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.